ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ടൈറ്റിൽ മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? നമുക്ക് സ്റ്റോറിയുടെ അകത്ത് പോവാം. ആ ആറും റെഡിയായോടാ? ആ റെഡിയായി. ആ ജിൻ, യോ ഇവനൊരു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓവർ ചെയ്യുന്നതാടാ ജിൻ. വേഗം റെഡി ആയിക്കോ. റെഡിയോ ശരി, ഓക്കെ ഓക്കെ, ടെൻഷൻ ആക്കണ്ട ജിൻ പറഞ്ഞു. ജിൻ ടെൻഷൻ ആക്കാണ് ജിൻ. ഇതാരാ പറയണേ? ജിമ്മിന് പറയണേ. ഓ ജിമ്മിൻ ചിരിച്ചു പറയാം. ഓവറാക്കണ്ട ജിൻ, മേക്കപ്പ് ചെയ്തത് മതി ജിൻ, നീ ഭയങ്കര സുന്ദരനെന്ന് പറഞ്ഞ് വല്ലാതെ ഇരിക്കണ്ട, പോവാടാ. നിങ്ങൾ സ്റ്റേജ് വഴി ഡാൻസ് പാട്ട്, ഭയങ്കര ഡാൻസ് പാട്ടാണ്. ഹീറോയിൻ നല്ല ജോളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഹീറോയിൻ കൊറിയൊക്കെ വന്നു. ഇങ്ങനായിട്ട് പി ടി എസ് കാണാൻ ഇങ്ങനെ കൊതിയിൽ വന്നിരുന്നു ഹീറോയിൻ. പി ടി എസ് ഭയങ്കര ക്രഷാണ്. 7 പേരെ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ഒരു ഐഡലായി ഹീറോയ്ക്ക് പിടിക്കും. അത് മാത്രമല്ല സ്പെഷ്യലായിട്ട് അവരെ പിടിക്കും. അങ്ങനെയായിട്ട് ശരിയൊക്കെ എങ്ങനെ കണ്ടിട്ട് വരാം. അങ്ങനെ ഹീറോ ജോലിയായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പാട്ട് ഡാൻസെല്ലാം കഴിഞ്ഞ് ഹീറോയ്ക്ക് ഓട്ടോഗ്രാഫ് മേങ്ങാനിരിക്കുമ്പോൾ അങ്ങനെ പാട്ട് ഡാൻസിന് ഹീറോയിൻ ഓൾറെഡി നോക്കി. ഓട്ടോഗ്രാഫ് പറഞ്ഞാൽ ഹീറോയ്ക്ക് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഹീറോയ്ക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഹീറോയ്ക്ക് കോൾഡ് പിടിച്ചു. ഹീറോയ്ക്ക് തണുപ്പ് കുറച്ച് മഞ്ഞല്ലേ, ഹീറോയ്ക്ക് അത് ഒത്തുപോയില്ലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയി. ടയർഡായി. മച്ചി നീ പോയിക്കോടി, ഇവളിവിടെ ഇരിക്കട്ടെ. അവൾ റോസ് പറയാൻ തുടങ്ങി. അമ്മ ഇവിടെ ഇരിക്കട്ടെ, നീ പോയിക്കോ. ശരി പ്രിയ, നിനക്ക് ഓക്കെ ആണല്ലേ? ഓക്കെ അടി. അമ്മ പറയാം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലടി. നീ വരുന്ന കൊണ്ട് ഞാൻ വരുവേ, ഹീറോയി വരുന്നില്ല, അതുകൊണ്ട് അവൾ പോയി. അങ്ങനെ ഓട്ടോഗ്രാഫെല്ലാം മേങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ റോസ് സന്തോഷമായി ഓടി വന്നു. മച്ചി ഓട്ടോഗ്രാഫ് മേങ്ങിടി. ശരി ഓവറാക്കണ്ട. എൻ്റെ വെച്ചി ഓവറാക്കണ്ടടി, ഓവറാക്കല്ലേ, നീ ഓവറാവ് പോടി, നീ ഓവറൊന്നും ചെയ്യാൻ വേണ്ടെന്ന് ഹീറോയി പറയാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയിനെല്ലാം ജോലിയായിട്ട് പാട്ട് ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ഹീറോയി പ്ലേസ് പോകാൻ പറഞ്ഞ് ഹീറോയിൻ നല്ലൊരു അങ്ങനെ പാർക്കിൽ വന്നു. ഹീറോയി പാർക്ക് വന്നു. പാർക്ക് വരുമ്പോൾ പാർക്കൊക്കെ ഹീറോയി വന്ന് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഈ ഫോട്ടോത്തിൽ മതിയുള്ള ഡ്രസ്സാണ് ഹീറോയിൻ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ. അമ്മ അവിടെ കുട്ടികളെല്ലാം കണ്ട് ഹീറോയ്ക്ക് വാവ് ക്യൂട്ടായിട്ടുണ്ടല്ലോ ബേബീസ് തന്നെ. അങ്ങനെ അവ നടന്നു വരുമ്പോൾ അവിടെ കുട്ടികളെല്ലാം കരയുന്ന സൗണ്ട് കേട്ടു. അതുകൊണ്ട് ഹീറോയി വന്നു. എന്താ അവിടെ ഫസ്റ്റ് ഒരു ബേബി കിട്ടി. ക്യൂട്ടായിട്ടുണ്ടല്ലേ. എന്നെ കുട്ടീനെ പിടിച്ചു. ഹലോ, എന്ത് പറ്റി? ഒന്നില്ല. അങ്ങനെ ഒരു മെയ്ഡുണ്ടായിരുന്നു. അങ്ങനെ 7 മെയ്ഡും ഉണ്ടായിരുന്നു. ആ കുട്ടികളെ കെയറിങ് ആയിട്ട് നോക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയി പോയി കുട്ടികളെ നോക്കാൻ തുടങ്ങി. ഇപ്പോൾ സാർ നിങ്ങളാരാ? അല്ല, ഞാൻ ചുമ്മാ വന്നതാ. സ്കിമി, എന്താ പറ്റി? അവിടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. മാഡം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഫോട്ടോ എടുത്ത് തരാം, സെക്രട്ടറി പറഞ്ഞായിരുന്നു. അത് പി ടി എസ് മെമ്പറിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഈ കുട്ടികളെ ഫോട്ടോ എടുത്ത് നിങ്ങൾ നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ടോ, അതുകൊണ്ട് ഫോട്ടോസ് എടുത്ത് തരും. ഓക്കെ. ഹീറോയി ഫോട്ടോ എടുത്ത് കൊടുത്തു. ഓക്കെ പറഞ്ഞു. അങ്ങനെ നന്നായിട്ട് ഫോട്ടോ എടുത്ത് ഹീറോ ഇവിടുന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞതിൽ ജങ്കുക്കിൻ്റെ ബേബി വന്നു. ഹീറോയിനെ ഡ്രസ്സ് ഇങ്ങനെ വിട്ട് പിടിക്കാൻ തുടങ്ങി. വിടുന്നുമില്ല. എന്ത് പറ്റി ബേബി? ഒന്ന് പറ്റി. എല്ലാ കുട്ടിയും സെക്രട്ടറിയിലെ 7 ഗേൾസിൻ്റെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ജിന്നൊരു ബേബീനെ കരിയുന്ന സമാധാനമാക്കി. ശരി ഓക്കെ, ഇവിടുന്ന് പോവാം. എന്നൊരു ബേബി കരയാൻ തുടങ്ങി. ഷുഗറിൻ്റെ ബേബി ഓരോ നാളെ കുട്ടികളെ ഇങ്ങനെ സമാധാനമാക്കി. അങ്ങനെ കുട്ടി കുറച്ച് ഉറങ്ങാൻ തുടങ്ങി. അതിലൊരു ഇങ്ങനെ കുട്ടിക്ക് എടുത്ത് കൊണ്ടുവന്ന ഒരു വണ്ടി, ഒരു ടയർ ഉരുട്ടി കൊണ്ടുവന്നതുണ്ട്. കൊറിയയിൽ ഇങ്ങനെ കൊണ്ടുവന്ന ഒരു ബാഗും മറിയല്ല, ഒരു ഇതുകൊണ്ട് അതൊരു കൊണ്ടുവന്ന് ടയർ ഉരുട്ടിട്ട് അതിൽ കെട്ടി. ശരി ഞാൻ പോകാൻ പറഞ്ഞ് ഹീറോയിഡ് പോകുന്നത്. ഹീറോയിൻ്റെ കണ്ടിട്ട് ബേബീസ് മുണ്ടാതിരുന്നു. അതുകൊണ്ട് സെക്രട്ടറിമാർ ഗേൾസൊക്കെ ഷോക്കായി. ശരി ഓക്കെ, സെക്രട്ടറി അങ്ങനെ പി ടി എസ് പറഞ്ഞു. എന്ത് പറ്റി? കുട്ടികൾ കരയാണോ? അങ്ങനെ 7 വന്ന് ബേബീസ് നോക്ക്. അവർക്ക് ഷോക്കായി. എന്ത് ഇപ്പോഴല്ലേ കരഞ്ഞ സൗണ്ട് കേട്ടാ? എന്ത് അറിയില്ല സാർ, ഇപ്പോഴൊരു കുട്ടി വരുന്നു സാർ. ആ കുട്ടി വന്ന് കുട്ടികളെ സമാധാനമാക്കി, അതുകൊണ്ട് കുട്ടികൾ ഉറങ്ങിപ്പോയി സാർ. പാല് കൊടുത്തോ? സാർ, പാല് അവ കൊടുത്തത് കൊണ്ട് കുടിച്ചു. അവൾ എന്തായാലും വാശി പിടിച്ചു. കുട്ടികളെ സമാധാനമാക്കി. ആ കുട്ടി അവളെ കയ്യിലേ പോയി വാശി പിടിക്കുക. അതുകൊണ്ട് സാർ പറഞ്ഞു. ശരി ഓക്കെ എന്നെ ആറാൻ പറഞ്ഞു. അങ്ങനെ കുട്ടികളെടുത്ത് വീട്ടിലൊക്കെ കൊണ്ടുപോയി. ഹീറോയി പറയാൻ തുടങ്ങി. കാണുമ്പോൾ ക്യൂട്ടായിട്ടുണ്ടല്ലേ ബേബി. 2 ആഴ്ചയൊക്കെ തുടങ്ങി. എന്തടി പറ്റി? മച്ചി അമ്മ പറയാൻ തുടങ്ങി. എടി അവർ കാണുമ്പോൾ പി ടി എസ് മെമ്പറിൻ്റെ അവർ 7 പേർ ബേബി മാതിരി ഉണ്ടായി.
എടി 7 പേര് മതി, ഒരാൾ പറഞ്ഞ എത്ര പേരുണ്ടാവും മച്ചി? അത് തോന്നിയതാണ് എനിക്ക്. എല്ലാവരും എനിക്കത് കൂടി. ഇല്ലടി, എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. സാരില്ലടി വാ. അങ്ങനെ ഫ്രണ്ട് പറഞ്ഞ ഒരു ഫ്രണ്ടിനടുത്തോണ്ട് ഹീറോ പോയി. അങ്ങനായിട്ട് കുട്ടികളെ ഇപ്പോൾ ആറ് തൊട്ട് കരയാൻ തുടങ്ങിയാണ് കുട്ടികൾ. അവരുടെ സമാധാനമൊക്കെ ആയിരുന്നു. അങ്ങനെയായിട്ട് പീരിയഡ്സ് മെമ്പർ അങ്ങനെയായിട്ട് കുറച്ച് ഒരു ഗുണ്ടസ്മാർ വന്നായിരുന്നു. അങ്ങനെയായിട്ട് കുട്ടീനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഹീറോയി വന്നു. അങ്ങനെ ഗുണ്ടസ്മാർ അത് തല്ലി ഫൈറ്റ് ചെയ്ത് ഹീറോയെ രക്ഷിച്ച കുട്ടികളെ. അങ്ങനെ ആ കുട്ടികളെ പിടിച്ച് ഹീറോയി കുട്ടീൻ്റെ ആ വണ്ടിയിലെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഊറുന്ന കുട്ടികളെടുത്തു. അതിൻ്റെ ഫസ്റ്റ് ബേബിനെ ഒരു റൗഡി എടുത്തുകൊണ്ട് ഓടി പോകാൻ തുടങ്ങി. അവൾ ജിന്നിൻ്റെ ബേബിയാണ്. ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഹീറോയ്ക്ക് ഫൈറ്റിംഗ് നന്നായിട്ട് അറിയൂ. ഫൈറ്റ് ചെയ്ത് ജിന്നിൻ്റെ ബേബിനെ രക്ഷിച്ച്. ഇതാരെ ബേബിയാണെന്ന് ചോദിക്കുക. ജിന്ന് വന്ന് പറയും മേങ്ങി ബേബിനെ. നെക്സ്റ്റ് ഫൈറ്റ് ചെയ്ത് ഷുഗാൻ്റെ ബേബി എടുത്തോണ്ട് ഒണിച്ചിട്ട് ഒരാൾ ഒണിച്ചിട്ടുണ്ടേ കണ്ടുപിടിച്ചിടാ റസ്കൽ, നീയാണോടെ ബേബി പിടിച്ചോടെ. അങ്ങനെ ഇടിച്ച് ശരിയാക്കി ഷേപ്പ് ചെയ്തു. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് ഷുഗാൻ്റെ ബേബി ഇതാരെ ബേബി കേട്ട് ഷുഗ പറഞ്ഞു ഇതെൻ്റെ ബേബിയായിരുന്നു. നെക്സ്റ്റ് ഫൈറ്റ് ചെയ്തു. ഫൈറ്റിംഗ് ഓവറായി ഫൈറ്റ് ചെയ്ത് അവന് മൂക്കിനൊടച്ചു. ബേബി നീ ക്യൂട്ടായിട്ടുണ്ടല്ലേ, നീ ആരാ ബേബി? ആറാൻ വന്ന് നിന്നു. എൻ്റെ ബേബിയാ. ശരി ഓക്കെ. നീ ഒരു ഫൈറ്റിംഗ് ഫ്രണ്ട് പറയുന്നുണ്ട് മണ്ടുക. എടാ മണ്ട റസ്കൽ, ആരട്ടാ ബേബിനെ മൂക്കിട്ട് പോകുന്നത്? ആ നേരം ഹീറോയിൻ്റെ ഫ്രണ്ട് ജേഹൂബിൻ്റെ ബേബി രക്ഷിച്ച് ഹീറോയിനോട് പറയാൻ തുടങ്ങി ഇത് ബേബി ആരോട് ഹീറോയും ഉണ്ടായിരുന്നു. ആരെ ബേബിനെ കിട്ടുമ്പോൾ ജേഹൂബ് വന്ന് എടുത്തു. ജിമ്മിൻ്റെ ബേബിനെ തൂക്കിയിട്ട് പോകാൻ ജങ്കുക്ക് ബേബി എടുത്തോട്ട് പോവാ. മച്ചി എന്തടി? നീ അവിടേക്ക് പോയിക്കോടെ, ആ ബേബിനെ എടുത്തോ. ഹീറോ ഓടിപ്പോന്ന് ജിമ്മിൻ്റെ ബേബി എടുത്ത് രക്ഷിച്ചു. ജിമ്മിൻ്റെ കയ്യിൽ കൊട്ടി. ജിമ്മിൻ്റെ ബേബി കരിയായിരുന്നു. ഓ ക്യൂട്ടായ ബേബി. കരിയണ്ട ജിമ്മിൻ്റെ ബേബി വാങ്ങി. വീൻ്റെ ബേബിനെ അവൾക്ക് ഓടിപ്പോയാൽ വീൻ്റെ ബേബിയെ പിടിച്ച് രക്ഷിച്ച് വീണ്ടും കൊടുത്തു. ലാസ്റ്റ് ഒരു ബേബി അതിനെ പിടിച്ച് ഹീറോയി ഇങ്ങനെ ഓടിപ്പോയി. ഫ്രണ്ട് രണ്ടുപേരും മണ്ടിന് പിടിച്ചവനെ ശരിയാക്കി രക്ഷിച്ച് ജങ്കുക്കൻ ബേബിയാണ്. ആ ജങ്കുക്കൻ ബേബിനെ കിസ് അടിച്ച് അതിനെ കണ്ണത്ത് കിസ് അടിച്ച് ക്യൂട്ടിട്ടുണ്ടല്ലോ ബേബിനെ. ജങ്കുക്ക് വന്നിരുന്നു എൻ്റെ ബേബി താന്ന്. ഇവനെ ടെറർ ബീസ് മതിയുണ്ടു. ശരി എന്നാ സാർ നിങ്ങൾ ബേബി അവിടെ ജങ്കുക്ക് അവിടെ നിന്ന് പോയി. അങ്ങനെ എല്ലാ ബേബീസും നോക്കി തുടങ്ങി. എല്ലാ ബേബീസ് സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് എല്ലാവർക്കും